തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തുവരുമ്പോൾ LDF-ൽ ചില പൊട്ടിത്തെറികൾക്ക് വഴിമരുന്നിടുകയാണ് ജോസ് കെ മാണിയും മാണി ഗ്രൂപ്പും. നേരത്തെ രാഹുൽ ഗാന്ധിയുമായി ജോസ് കെ മാണി കൂടിക്കാഴ്ച നടത്തിയെന്ന റിപ്പോർട്ടുകൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. ജോസിന്റെയും പാർട്ടിയുടെയും മുന്നണി പ്രവേശനം സംബന്ധിച്ച് കൂടുതൽ അപ്ഡേഷനുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ലഭ്യമായ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ചില വിവരങ്ങൾ ഇവിടെ നമ്മുടെ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കുകയാണ്. നിലവിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലാണ്. ഈ തക്കം നോക്കിയാണ് ജോസ് കെ മാണി CPM-നെ സമ്മർദ്ദത്തിലേക്ക് വഴിമാറ്റിയത്. ജോസിനെ സംബന്ധിച്ച് അടുത്തിടെ പാർട്ടിയിലേക്ക് പല വഴിക്ക് കടന്നുവന്ന ചില നേതാക്കന്മാർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം സീറ്റുകൾ നൽകേണ്ടതുണ്ട്. സ്ഥാനമാനങ്ങൾ നൽകാമെന്ന് പറഞ്ഞാണ് നേതാക്കന്മാരെ പാർട്ടിയിലേക്ക് ആകർഷിച്ചത്. കൃത്യമായ വോട്ട് ബാങ്കുകൾ ഇല്ലാത്ത പാർട്ടിയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. മുന്നണിയിൽ നിന്ന് മത്സരിച്ച് അതുവഴി കിട്ടുന്ന വോട്ടുകളാണ് ജോസിന്റെയും കൂട്ടരുടെയും നിലനിൽപ്പിന് ആധാരം. നേതാക്കന്മാർക്ക് മാത്രമാണ് പാർട്ടിയിൽ പഞ്ഞമില്ലാത്തത്. അതുകൊണ്ട് തന്നെ ആ നേതാക്കന്മാരിൽ ഏറിയ പങ്കിനും സീറ്റ് നൽകേണ്ടതുമുണ്ട്. അതിന് ഇപ്പോഴേ LDF-ൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് ആവശ്യമാണ്. കേരള കോൺഗ്രസിന്റെ പ്രധാന വോട്ട് ബാങ്കായ ക്രൈസ്തവ സഭകൾ നാളുകളായി ഉന്നയിക്കുന്ന ആവശ്യമാണ് ജോസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ സർക്കാർ പരാജയമാണെന്ന സഭകളുടെ വാദം മറ്റൊരു വിധത്തിൽ ജോസും ഉന്നയിക്കുകയാണ് എന്ന് പറയേണ്ടി വരും. LDF വിടില്ലെന്ന് ആവർത്തിക്കുമ്പോഴും കത്തോലിക്ക സഭയുടെ സമ്മർദ്ദം കണ്ടില്ലെന്ന് നടിക്കാൻ ജോസിനും പാർട്ടിക്കും സാധിക്കില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസിന്റെ പാർട്ടിക്കേറ്റ തിരിച്ചടിയും നിലമ്പൂരിലെ UDF വിജയവുമെല്ലാം മാണി ഗ്രൂപ്പിന്റെയും അവരുടെ അണികളെയും അസ്വസ്ഥമാക്കുന്ന വിഷയങ്ങളാണ്. പാലാ, കോതമംഗലം, തലശ്ശേരി, താമരശ്ശേരി രൂപതാ ബിഷപ്പുമാർ വന്യജീവി ശല്യത്തിനെതിരെ ശക്തമായ നിലപാട് പ്രഖ്യാപിച്ചതും ജോസ് കെ മാണിയെ അസ്വസ്ഥമാക്കുന്ന ഘടകമാണ്. നിലമ്പൂരിലെ ക്രൈസ്തവ വോട്ടർമാർ ഒന്നടങ്കം സർക്കാരിനെതിരെ തിരിഞ്ഞത് മുന്നറിയിപ്പായാണ് അവർ വിലയിരുത്തുന്നത്. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായ 435 പഞ്ചായത്തുകളിൽ ബഹുഭൂരിപക്ഷവും ക്രൈസ്തവ ഭൂരിപക്ഷമുള്ളവയാണ്. അവയുടെ താല്പര്യത്തിനൊപ്പം നിന്നില്ലെങ്കിൽ തിരിച്ചടി നേരിടുമെന്ന ഭയം പാലായിലെ കർഷക പാർട്ടിയെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അലട്ടുന്നുണ്ട്. അതിനിടെ ചോദിക്കുന്നത് എന്തും തന്ന് കൂടെ കൂട്ടാൻ UDF നിൽക്കുന്നത് കൊണ്ട് തന്നെ CPM-നെ സമ്മർദ്ദത്തിലാക്കുവാൻ മാണി ഗ്രൂപ്പിന് വലിയ ഭയമില്ല എന്നതും വാസ്തവമാണ്. വന്യജീവി സംരക്ഷണ നിയമമാണ് ഇപ്പോൾ ജോസും കൂട്ടനും വിഷയമാക്കിയെടുക്കുന്നത്. ഈ ആയുധം LDF-ൽ ഉപയോഗിച്ച് CPM-നെ വട്ടം പിടിക്കാമെന്ന് മാണി ഗ്രൂപ്പും കരുതുന്നുണ്ട്. ഉപദ്രവകാരികളായ വന്യജീവികളെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വേണമെന്ന പ്രമേയം നിയമസഭ ഏകകണ്ഠമായി പാസാക്കിയത് ഇക്കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ്. കഷ്ടിച്ച് ഒരു വർഷം പിന്നിട്ടപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് സർക്കാരിനോട് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതേ വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണം എന്നാണ്.